എന്ത് പഠിച്ചു? എങ്ങനെ പഠിച്ചു? എഴുതി പഠിച്ചോ വായിച്ചു പഠിച്ചോ? മാത്സ് എഴുതി പഠിച്ചോ വായിച്ചു പഠിച്ചോ? ശരിക്കും എഴുതി പഠിച്ചോ അതോ വായിച്ചു പഠിച്ചോ? എന്താ എന്താ വയ്യായിക? പരീക്ഷയാണ്, മരുന്ന് കഴിച്ചിട്ടിരുന്ന് പഠിക്കുക. ഒരു കുഴപ്പമില്ലടാ, പനിയൊന്നുമില്ല സത്യമായിട്ടും. അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളും ഇവിടെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 5 മണിക്ക് മുമ്പേ ഉള്ളൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ എനിക്ക് ഫിനിഷ് ആക്കാൻ പറ്റിയില്ല. എന്താ കാരണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ കിച്ചണിലൊക്കെ തുറന്ന് നമ്മുടെ തൈറോയിഡിൻ്റെ മരുന്നൊക്കെ കഴിച്ച് നമ്മുടെ സോയ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ. ഇതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം കുതിർക്കാനിട്ട ശേഷം നമുക്ക് ജിമ്മിലൊക്കെ പോകണം. അപ്പോൾ വേഗം പോയി ബ്രഷ് എല്ലാം ചെയ്തു. പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ബോട്ടിലിൽ വെള്ളം നിറച്ച് ടർക്കി എടുത്ത് ബാഗെല്ലാം പാക്ക് ചെയ്തു. റിഹാൻക്ക് ഇന്നലെ തലവേദന പറഞ്ഞിട്ട് റിഹാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഇക്കാക്കും വയ്യ. രാവിലെ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഞാൻ എണീച്ചിട്ടേ ഉണ്ടാവില്ല കേട്ടോ. ഈ 4:20 4:30 എണീക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവരില്ലെങ്കിലും ഞാൻ പോയിട്ട് കുറച്ച് സമയം വർക്കൗട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. നടന്നു പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്ക എന്നെ ഡ്രോപ്പും ചെയ്തു പിക്കും ചെയ്തു കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു, വന്ന് പിക്ക് ചെയ്തു. പിന്നെ ഇതാ ഞാൻ വന്ന ശേഷമുള്ള കുറേ കാര്യങ്ങളാണ്. ആക്ച്വലി ഞാൻ ജിമ്മിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം പറഞ്ഞിട്ട് രാവിലെ മുതൽ തുടങ്ങിയതാണ്. പക്ഷേ നടന്നില്ല. ഓക്കെ, നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, പഠിച്ചോനൊന്ന് പ്ലാൻ ചെയ്യും. പഠിച്ചോൻ പ്ലാൻ ചെയ്യുന്നത് മാത്രമേ നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ചായയൊക്കെ റെഡിയാക്കിയതാ. ഞാൻ ചായ കൊണ്ടു കൊടുത്തു. ഇന്ന് ഞാനൊരു 1/4 കപ്പ് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ആരും ഒന്നും വിചാരിക്കരുത്. കാരണം കുറേ ദിവസമായി ഞാൻ എൻ്റെ ചായ കുടിച്ചിട്ട്. ഗ്രീൻ ടീയോ അല്ലെങ്കിൽ പച്ചവെള്ളമോ അല്ലെങ്കിൽ ചിയാ സീഡിൻ്റെ വാട്ടറോ ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ കുടിക്കുന്നത്. അങ്ങനെ ഇതാ ഞാൻ ഇച്ചിരി ചായ എടുത്തിട്ടുണ്ട്. ചായ എല്ലാം കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് നമ്മൾ ഫോണൊക്കെ ഒന്ന് നോക്കി. പിന്നെന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. റിഹാൻ ഇന്ന് സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞു. ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് അവിടെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടോ അവന്. പിന്നെ ഹെഡ് ഏക്കും ഒക്കെ ഉണ്ടായിരുന്നു. അയാൻകുട്ടിക്കും വയ്യ. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ, എക്സാമിൻ്റെ സമയത്ത് തന്നെ ഈ പിള്ളേർക്ക് വയ്യായിക വരും. അത് വല്ലാത്തൊരു ടെൻഷനാണ്. പഠിക്കാനും പറ്റില്ല, മാർക്കും ഉണ്ടാവില്ല അവസാനം. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. റിഹാന് ചെറുതായിരിക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓട്ടോയിൽ പോയിട്ട് എക്സാം എഴുതിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നാളെ ഇനി അങ്ങനെ ചെയ്യേണ്ടി വരുമോയെന്ന് എനിക്ക് അറിയില്ല. അവിടെ ആകുമ്പോൾ ഉച്ചവരെ ടീച്ചേഴ്സ് പഠിപ്പിക്കും, എന്നിട്ട് പിന്നെ എക്സാം വയ്ക്കുകയല്ലേ ചെയ്യുക. ഇതാവുമ്പോൾ ആ ഒരു ടൈമിന് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച ഏർപ്പാടല്ല. അവനക്ക് ടെൻഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല ഉഷാറായിരുന്നു. സ്കൂൾ വിട്ട് വന്നതേ കരുവാളിച്ച് ആകെ വല്ലാത്തൊരു ഇതിലാണ് ക്ഷീണിച്ചിട്ട്. അപ്പോൾ ഈ യെല്ലോ കറി കുട്ടികൾ പൊട്ടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഞാനത് പൊട്ടിച്ച് വേവിച്ചിട്ടേ കൊടുക്കുള്ളൂ, വേവിക്കാണ്ട് ഞാൻ കൊടുക്കില്ല. അപ്പോൾ വേവിച്ചതിൻ്റെ എക്സ്പ്രഷനാണ് അവിടെ കണ്ടത്. ഓക്കെ, അങ്ങനെ അവനക്ക് ബുൾസൈ ഒരെണ്ണം ഉണ്ടാക്കി. പിന്നെ ഞാൻ ഇത്രയും എഗ്ഗ് മേടിക്കുന്നത് 2 ട്രേ മേടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഡെയിലി എല്ലാവരും കഴിക്കുന്നുണ്ട്. പിന്നെ റിഹാൻക്ക് ജിമ്മിന് പോണ സമയത്ത് ഞാൻ 3 എണ്ണം കൊടുക്കും. അങ്ങനെയൊക്കെയല്ലേ, ഞാൻ 2 എഗ്ഗ് വെയിറ്റ്. അങ്ങനെ നമുക്ക് ഒത്തിരി എഗ്ഗ് വേണം ഒരു ദിവസം. അപ്പം നമ്മൾ ഈ എഗ്ഗ് കൊണ്ടുവരുന്ന ആളുണ്ടാവുമല്ലോ, എന്താ പറയുക, വലിയതായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ കടയിൽ നിന്നല്ലാണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ വരുമ്പോൾ വാങ്ങി വെച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരാറാണ് കേട്ടോ പതിവ്. അങ്ങനെ മേടിച്ച എഗ്ഗ് വൃത്തി ഉണ്ടാവില്ല. കടയിൽ നിന്ന് മേടിച്ച എഗ്ഗും വൃത്തി ഉണ്ടാവില്ല അല്ലേ. നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? എനിക്കാണെങ്കിൽ ഭ്രാന്ത് വരും കാണുമ്പോൾ കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ ഫുള്ള് വെള്ളമാക്കിയിട്ട് എഗ്ഗ് ഫുള്ള് അതിൽ ഒരു മണിക്കൂർ നേരത്തെങ്കിലും ഞാൻ സോക്ക് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഓരോന്നെടുത്ത് കഴുകി എടുത്ത് ഇതുപോലെ ഇതിൽ വെക്കും. എഗ്ഗ് നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ എടുക്കുമ്പോൾ അത് വൃത്തിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാക്കുമ്പോൾ. എന്നെപ്പോലെ ഇങ്ങനെ എഗ്ഗ് ഫുള്ള് കഴുകി തുടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.
ഇപ്പോൾ ഇനി ഒരു ഡസൻ എഗ്ഗൊക്കെ മേടിക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ 2 ട്രേ എന്ന് പറയുമ്പോൾ 60 എഗ്ഗ് ഉണ്ടാവും കേട്ടോ അതിൽ. അപ്പോൾ അതെല്ലാം കൂടെ കാണുമ്പോഴത്തേന് ഭ്രാന്ത് വരും. എന്നിട്ട് ഞാനൊരു ദിവസം എൻ്റെ ഉമ്മാക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഈ ഐഡിയ കേട്ടോ, കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്ക് എന്നാലുള്ള അത് ക്ലീൻ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതേ പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യണേ. അങ്ങനെ അയാൻകുട്ടിക്ക് നല്ല റോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു, എഗ്ഗും കഴിച്ചു. അവനക്കിതാ ഞാൻ സാമ്പാറും ദോശയാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ ഇതിൽ എപ്പോഴും ഈ വാഷർ ഇട്ടിട്ട് വേണം നമ്മൾ അടച്ചു വെക്കാൻ. കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാഷർ അഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അവിടെ വെള്ളമൊക്കെ തോരാൻ വേണ്ടി വെക്കും കേട്ടോ ഞാൻ. അങ്ങനെ അവനൊറ്റയ്ക്ക് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമാണ്. പിള്ളേരൊറ്റയ്ക്ക് സ്കൂളിൽ പോകുമ്പോൾ രണ്ടും ഒരുമിച്ച് പോകുമ്പോൾ പ്രശ്നമില്ല. ഒരാൾ വീട്ടിലിരുന്ന് ഒരാൾ പോകുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. റിഹാന ചീത്ത പറയണേ എൻ്റെ ആണ് തോന്നുന്നു കേട്ടോ, ആ എക്സ്പ്രഷൻ അറിയില്ല. അവനിന്ന് സ്കൂളിൽ പോകണില്ല പറഞ്ഞിട്ട് നല്ലോണം കിടന്നുറങ്ങിക്കുക, ഭയങ്കര മടിയനാ. ഓക്കെ, അങ്ങനെ ഇതാ അയാൻകുട്ടി എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് ലഞ്ചും പാക്ക് ചെയ്തിട്ട് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ബസ്സിൻ്റെ പൈസയും മേടിച്ച് ആള് പോകാൻ തുടങ്ങി. വിക്സ് മിഠായി വേണം പറഞ്ഞിട്ട് അവൻ മേടിച്ചു. അപ്പോൾ രാവിലെ തന്നെ തൊണ്ടയിൽ കിച്ചിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇതാ റിഹാനിക്കുള്ള കോഫി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പിള്ളേർക്ക് അത് വേണം പറഞ്ഞ ഒരേ നിർബന്ധം. ഞാനാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും നിർത്താൻ പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിർത്താനുള്ള ഒരു സംഭവം പറ്റുന്നില്ല, അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ പൊതുവേ ഞാൻ ചായ കുടിക്കൂല. റിഹാൻ പിന്നെയും ചായ കുടിക്കും, അതിലേറെ ഇഷ്ടം കോഫിയാണ്. പിന്നെ ഈ ഹോർലിക്സ്, ബൂസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ റിഹാൻക്ക്. അപ്പോൾ ഞാൻ അവനക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ശേഷം തൈര് ഞാൻ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കും. പുറത്തുതന്നെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുളിച്ച് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ഇതാ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എഗ്ഗ് ബോയിലർ മേടിച്ചുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും മേടിക്കണമൊന്നുമില്ല, ഇതൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ. നമ്മൾ പുതിയ വീടൊക്കെ കെട്ടുകയാണെങ്കിൽ അപ്പോൾ മേടിക്കാം. എന്നത്തെ സ്വപ്നമാവോ പഠിച്ചോന്നറിയാം. നമ്മൾ പ്ലാൻ ചെയ്താലും അവിടുന്ന് പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മൈൻഡിൽ വലിയ രീതിയിലൊന്നും എന്താ പറയുക ഇതാക്കി വെച്ചിട്ടില്ല. അത് നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൂ കേട്ടോ എനിക്ക്. പക്ഷെ നമ്മളൊരു കാര്യം ഒരുപാട് മലയോളം സ്വപ്നം കണ്ടാലേ കുന്നോളെങ്കിലും ഇതാവുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ സമാധാനത്തിലുള്ളൊരു ജീവിതമാണ് ഇപ്പോൾ, അതങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ. പിന്നെ ഞാൻ തക്കാളി ചട്നി അരയ്ക്കാൻ വേണ്ടി നിന്നു. തേങ്ങ കിട്ടാൻ ഒരു വഴിയില്ല മക്കളെ. എൻ്റെ അടുത്ത് ഇങ്ങനെ വീടിന് ചുറ്റും മതിലുള്ളതുകൊണ്ട് എങ്ങനെ നായ ഉള്ളിൽ വന്നു എന്നാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അത് ഭയങ്കര ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമ്മൾ കണ്ടു നായ എങ്ങനെ വരുന്നു എന്നുള്ളത്. എന്താ പറയുക, അത് ഈ പറഞ്ഞ പോലെ മതിൽ ചാടിയിട്ട് വരികയാണ്. പിന്നെ ആ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനം ഇവിടെ വലിയ കോമ്പൗണ്ട് ആയതുകൊണ്ട് അതിന് ഭയങ്കര വിശാലത കിട്ടുകയല്ലേ. അതപ്പം ഇവിടെ തന്നെ അങ്ങ് പ്രസവിച്ചു. ഇവിടെ ഇപ്പോൾ ആ കുട്ടികളും അതൊക്കെ ആയിട്ട് ഡെലിവറി പീരീഡ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളുടെ. പക്ഷെ അതിനെ കാണുമ്പോൾ വിഷമം തോന്നും. ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു നായയാണ്, അപ്പോൾ വിഷമമൊക്കെ തോന്നും. പക്ഷെ ഫുഡൊക്കെ അതിനായിട്ട് സ്പെഷ്യലായിട്ട് വെച്ചു കൊടുക്കാനൊക്കെ എനിക്കൊരു പേടിയാണ്. പിന്നെ അത് പോകൂലേ എന്നുള്ളൊരു പേടി. പക്ഷെ മനസ്സിന് ഭയങ്കര സങ്കടമുണ്ട് അങ്ങനെ ആക്കുമ്പോൾ. പിന്നെ ഞാൻ വേസ്റ്റൊക്കെ പിന്നെ അതിന് കിട്ടാൻ പാകത്തിൽ തന്നെയാണ് ഇട്ട്, അതായത് ചിക്കൻ്റെ എല്ല്, മീനിൻ്റെ മുള്ള്, ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന് കിട്ടാൻ പാകത്തിൽ തന്നെ ഇടുന്നത്. അവിടെ പോയി അത് കഴിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അതിനായിട്ട് ഞാൻ പ്ലേറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം ഇവിടെ ആർക്കും പറ്റാത്തൊരു കാര്യമാണ് പെറ്റ്സ് കേട്ടോ. എന്നെ കൊണ്ടും പറ്റൂല, ഉമ്മാനെയും കൊണ്ടും പറ്റൂല അത് മാനേജ് ചെയ്യാൻ. പിന്നെ കുട്ടികളെ കൊണ്ട് അത്രയും പറ്റൂല. അവരുടെ പേടി നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ കണ്ടു. അപ്പോൾ പിന്നെ അവരെയും കൊണ്ട് ഒട്ടും പറ്റില്ല. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ആയിട്ട് തേങ്ങാ ചട്നി ഇല്ലാത്തത്. പൊടി സാമ്പാർ, ഇതുപോലെ തക്കാളി ചട്നി. ഇന്ന് പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ ചോട്ടിന്ന് ഒരു തേങ്ങ കിട്ടി. അപ്പം ഞാനത് ഫിഷ് കറിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫിഷ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നമ്മുടെ മീൻകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് വേണ്ടി മാറ്റി വെച്ചു. അവൻ കണ്ടില്ലേ പ്ലേറ്റ് വെക്കുന്നത്, ഞാൻ അതിന് വഴക്ക് പറയണം കേട്ടോ, പ്ലേറ്റ് ഇങ്ങനെ എറിയാൻ പാടില്ല പറഞ്ഞിട്ട്. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇന്ന് ഭയങ്കര പതുക്കെയാണോ ഞാൻ സംസാരിക്കുന്നത്? ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്ത്
കൊണ്ടുവയ്ക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇഡലി ആയിട്ടുണ്ട്, അതെടുക്കുന്നുണ്ട്. പച്ചവെള്ളത്തിൽ ജസ്റ്റ് സ്പൂൺ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇഡലി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഒന്ന് തണുത്തിട്ട് എടുത്തൂടെ ഇത്താ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ആവി പറക്കുന്ന ഇഡലി വേണം, അല്ലാണ്ട് ചൂടാറിയ ഇഡലി ആർക്കും പറ്റൂല. അപ്പൊ ഞാൻ ഈ ഒരു കാസറോളിലോട്ട് ഇടുമ്പോൾ തന്നെ വിളിക്കും, എല്ലാവരും ടേബിളിൽ വന്ന് സെറ്റ് ചെയ്യിക്കോ, ആവി പോകും എന്നുള്ള രീതിയിൽ ഞാൻ വിളിക്കും കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും വന്നു. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ്. ഇക്ക റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് വൈകി പോയാൽ മതി കേട്ടോ ഇക്കാക്ക്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇക്ക പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുപാട് വൈകും. അപ്പം പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ആ പണി അങ്ങ് കഴിഞ്ഞ് കിട്ടുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞാൽ പാതി മുക്കാൽ പണി കഴിഞ്ഞ പോലെയല്ലേ. കിച്ചണിൻ്റെ ടൈലൊന്നും മാറ്റുന്നില്ല, റാക്കിൻ്റെ കേട്ടോ. റാക്കിൽ ഞാൻ ഇനിയിപ്പോൾ ഒരു വൈറ്റ് വാൾപേപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ വാൾപേപ്പർ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഒരു ഗുണം ഉണ്ടായത് എന്താണെന്നറിയോ, ഈ പാറ്റ പല്ലി ഇങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് തോന്നിയതാണോ എന്ന് അറിയില്ല. വൈറ്റാണ് ഞാൻ ഒട്ടിച്ചത്, എന്താണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് ഒട്ടിക്കുമ്പോൾ ഞാൻ എന്തായാലും വ്ളോഗൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വേണ്ടേ അല്ലേ. അങ്ങനെ ഇതാ ഞാനൊരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇഡലി, കുറച്ച് സാമ്പാറുമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. മാക്സിമം ഞാൻ ഫുഡ് കുറച്ചുകൊണ്ട് പോകുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താകാൻ പറ്റും എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതാ പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. നമ്മുടെ കിച്ചൺ റൊട്ടീൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കിച്ചണത്തെ റൊട്ടീൻ ഞാൻ ഇന്നും എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എന്നും ഒരേപോലെ എന്ന് പറയുന്ന കുറേ കമൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്നത് ഒന്നേ ഉള്ളൂ, ഞാൻ ചെയ്യുന്നത് ഡെയിലി വ്ളോഗാണ്, അല്ലാണ്ട് ട്രാവൽ വ്ളോഗോ അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സോ അല്ലെങ്കിൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലോ അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്ളോഗ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി. ഈ പറയുന്ന പോലെ കണ്ടു ഇരുന്ന് കുറ്റം പറയുന്നതിനെക്കാട്ടിലും നിങ്ങളങ്ങ് സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അപ്പോൾ അറിയാണ്ട് നോട്ടിഫിക്കേഷൻ വരികയാണ്, അല്ല അറിയാണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വരികയാണ്. അപ്പോൾ പിന്നെ അത് സ്കിപ്പ് ചെയ്താൽ പോരെ, എന്തിനും ഫുള്ളിരുന്ന് കാണണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ പറഞ്ഞാൽ 59 സെക്കൻഡ് ഉണ്ടാവും, 1 മിനിറ്റിന് 1 സെക്കൻഡ് കുറവുണ്ടാവുള്ളൂ. കാരണം നമുക്ക് അത്രയും പറയണല്ലോ. ഈ 59 സെക്കൻഡ് ഇരുന്ന് കണ്ടിട്ട് എന്നെ കുറ്റം പറയണ എന്തിനാണ്? ഒന്നുമില്ലേ കാണാണ്ടിരിക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്യുക, അത്രേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാതിരിക്കാൻ, അതായത് എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്, കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം, മനസ്സിലായോ? ഇത് വന്നിട്ട് ഇങ്ങനെ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ടീത്തിൻ്റെ കാര്യം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഒരു കഞ്ചിക്കോടുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് തന്നെയാണ് സംഭവം. അവിടെ പോയി ഡോക്ടറിനെയൊക്കെ കണ്ടു. ഡോക്ടറൊക്കെ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിത്തിരിച്ചു പോയി. ആകെ എന്താ പറയുക, അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഫുള്ളല്ല, പോയതിൻ്റെ മാത്രം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അഥവാ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ വ്ളോഗിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കും കേട്ടോ. കാരണം എൻ്റെ പല്ല് ഇനി വിട്ട് കഴിഞ്ഞാൽ ഒത്തിരി പൊങ്ങും എന്നുള്ളൊരു കണ്ടീഷനിലാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഞാൻ പതിയെ പറയാം, പെട്ടെന്ന് അങ്ങോട്ട് പറയുന്നില്ല. കാരണം എനിക്ക് തന്നെ കേട്ടിട്ട് ഞാൻ ആകെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാ കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജിമ്മിന് പോണതിൻ്റെ ഗുണം നോക്കിയേ, ചുമ്മാ പറഞ്ഞതാട്ടോ. അപ്പോൾ ഇതാ ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചു, ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചു. ഇനി ഫിഷ് കറി, ഫിഷ് ഫ്രൈ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. സമയം എത്രയെന്ന വിചാരം, 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അറിയോ, എനിക്കൊരു വീഡിയോ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. മലയാളം ഞാൻ ഇക്കാക്ക് എഴുതി കൊടുത്തു. എനിക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇംഗ്ലീഷൊന്നും അറിയില്ല. അപ്പോൾ ഇക്ക എനിക്ക് ഹെൽപ്പ് ചെയ്തു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചെയ്തപ്പോൾ സമയം കൂടുതലായി. പിന്നെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് ചെയ്യും, പക്ഷേ
ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ചൊരു കാവ്യാത്മകം അവിടെ കിട്ടൂല, അതാണ് പ്രശ്നം. അപ്പൊ ഇക്കാൻ്റെ അടുത്ത് ഞാൻ ചെറിയ സ്റ്റോറി പറഞ്ഞു കൊടുക്കും, ഇക്ക അതിനെ എനിക്ക് ശരിയാക്കി തരും കേട്ടോ. ഇങ്ങനത്തെയൊക്കെ സപ്പോർട്ട് നല്ല പോലെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ നമ്മൾ ശരിക്കും പറയണം. ഈ ജോലി തിരക്കിൻ്റെ ഇടയിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാലും എനിക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഇതുപോലെ ഇംഗ്ലീഷിലൊക്കെ ആക്കി തരാറുണ്ട് കേട്ടോ. ചില വർക്കുകളൊക്കെ നമുക്ക് വരുമ്പോൾ അധികം ഇംഗ്ലീഷ് അല്ലേ പ്രശ്നം, വരുന്നത് ഫുള്ള് ഹിന്ദിക്കാരായിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇത്രേ അറിയുള്ളൂ. എനിക്കാണെങ്കിൽ രണ്ടും അറിയില്ല. എന്നല്ലേ. അങ്ങനെ ഞാൻ തുണികളൊക്കെ ഉണങ്ങാനിട്ട് വേഗം പോയി തേങ്ങയൊക്കെ പൊളിച്ചിട്ട് വന്നു കേട്ടോ. ഇനി എന്താണ്, ഈ ഒരു ഭാഗത്തുനിന്ന് അടിച്ചു വാരി എടുക്കണം. തേങ്ങയുടെ അതുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊടിയൊക്കെ നല്ല പോലെ ക്ലീൻ ആക്കിയത് മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റിയില്ല കേട്ടോ. ഇപ്രാവശ്യം മഴ പെയ്തിട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ആ ചേച്ചി എനിക്ക് ക്ലീൻ ആക്കി തന്ന എന്തായാലും 2-3 മാസം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ പോവും. ഫ്രണ്ട് ഏരിയയിൽ പിന്നെ ആ പുല്ല് ചെത്താൻ വരുമ്പോഴാണ് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് തരിക കേട്ടോ. ആ ഒരു ഏരിയയിൽ പുല്ല് വരുന്ന ഏരിയയിലില്ലേ, അവിടെ ഞാൻ അടിച്ചു വരാറില്ല, ഉള്ളത് പറയാലോ. അപ്പോൾ അവിടെ പെട്ടെന്ന് പുല്ലൊക്കെ വരും. അങ്ങനെ പുറത്തത്തെ പണികളൊക്കെ കഴിഞ്ഞ് വാതിലും അടച്ച് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി. ചെറുപയർ വിസിൽ വന്നപ്പോൾ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറിയൊക്കെയാണ് കേട്ടോ വെക്കേണ്ടത്. ഞാൻ പക്ഷെ അതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തില്ല, കാരണം ഒത്തിരി സമയമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർത്താലേ ഉള്ളൂ ഒരു 1:30-2 മണിൻ്റെ ഉള്ളിൽ ഫുഡ് റെഡി ആവുള്ളൂ കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കണം, ഫിഷ് ഫ്രൈ ആക്കണം, ചെറുപയർ ഉപ്പേരി വെക്കണം, പിന്നെ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം സെറ്റായി. അപ്പുറത്ത് ചെറുപയർ താളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും സെറ്റായി. പിന്നെ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ പെനോയിലോ അല്ലെങ്കിൽ പുൽത്തൈലം അതെന്താ എൻ്റെ ഉമ്മ പറയണേക്ക് കേട്ടിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിൽ കിട്ടുന്നതാണോ, ഒരു ഗ്രീൻ കളർ, അത് 1-2 ഡ്രോപ്പ് മതി, ഭയങ്കര സ്മെല്ലുണ്ടാവും, അതാണോ? അങ്ങനത്തെയൊക്കെ ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ നായ പൊയ്ക്കോളൂ അങ്ങനത്തെയൊക്കെ സ്മെല്ലിൽ. എനിക്ക് അറിയില്ല കേട്ടോ, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ പുൽത്തൈലം എൻ്റെ ഉമ്മ അവിടെ യൂസ് ചെയ്ത് ഓർമ്മയുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ലൈസോൾ ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ വഴിക്ക് വിടുമെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമ്മൾ അവിടെ കഴുകി വിടുമ്പോൾ ഞാൻ അതെന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഏറെക്കുറെ കറികളും ചോറും ഇതെല്ലാം ആയ ശേഷം ഞാനിതാ നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതാ വേഗം വേഗം പാത്രങ്ങൾ കഴുകിയിട്ടെടുക്കണം, ഇനി തുടയ്ക്കണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോലെ പണിൻ്റെ ഇടയിൽ ഫോൺ വന്നു കഴിഞ്ഞാൽ പണി എടുത്തുകൊണ്ടേ സംസാരിക്കുന്ന വീട്ടമ്മമാരാണല്ലേ അധികം. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. കാരണം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും സമയമാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 10 മണിയൊക്കെ അല്ലേ ആയുള്ളൂ എന്നും പറഞ്ഞു ഒന്ന് റിലാക്സ് ചെയ്യാനിരുന്നാൽ മതി, അന്നത്തെ ദിവസം അങ്ങ് പോയി കിട്ടും. അങ്ങനെ ഉണ്ടോ ആർക്കെങ്കിലും? പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ വേഗം എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും തുടച്ച ശേഷം മാത്രമാണ് ഈ ഒരു പോർഷൻ തുടക്കുന്നത്. കാരണം പണിയുടെ ഇടയിൽ ഞാൻ ചിലപ്പോൾ ഓരോ റൂമായിട്ടൊക്കെ തുടച്ച് വരും. പിന്നെ നമ്മൾ വീഡിയോ എടുക്കേണ്ട ആ ഒരു പാർട്ട് മാത്രം അവിടെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കഴിക്കലും കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഈവനിങ് മുതലാണ് കേട്ടോ പിന്നെ തുടങ്ങിയത്. കാരണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കുള്ള കഴിക്കലും വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങി പൂക്കളുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടിയുടെ എൻട്രി. അവനക്ക് വെയ്യാണ്ട് അവൻ നേരത്തെ വന്നേക്കുവാണ് കേട്ടോ ട്യൂഷന്ന്. മാത്സ് എഴുതി പഠിച്ചോ, വായിച്ചു പഠിച്ചോ? ശരിക്കും എഴുതി പഠിച്ചോ അതോ വായിച്ചു പഠിച്ചോ? എന്താ എന്താ വയ്യായിക? പരീക്ഷയാണ്, മരുന്ന് കഴിച്ചിട്ടിരുന്ന് പഠിക്കുക. ഒരു കുഴപ്പമില്ലടോ, പനിയൊന്നുമില്ല, സത്യമായിട്ടും പനിയൊന്നും. അവനാണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതിയിട്ടോ പെട്ടെന്ന് തന്നെ വാടി തളരും. എന്നെയൊക്കെ പോലെയാണ് ഞാൻ. പിന്നെ ഇപ്പോഴാണ് കുറച്ച് സ്ട്രോങ് ആയത് കേട്ടോ. പണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തൊട്ടാവാടി തന്നെയാണ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതേ തന്നെയാണ് അവനിക്കുള്ളത് കേട്ടോ. 2 മക്കളും ഏകദേശം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. ചെറിയ എന്തെങ്കിലും ഇപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാണ്. മെന്റലിയും സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ ഏജ് കൂടുന്തോറും ഓരോ എക്സ്പീരിയൻസ്, ഓരോ ദിവസത്തിലും നമുക്ക് ഓരോ പുതിയ കാര്യങ്ങളല്ലേ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനനുസരിച്ച്
അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടർ, എന്താ പറയുക, മെൻ്റലി ഉള്ള കുറേ കാര്യങ്ങൾ, ചിന്താഗതികൾ ഇതെല്ലാം മാറുമല്ലോ അല്ലേ. അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ എന്താണ്, എല്ലാം കഴിഞ്ഞു അല്ലേ. ഏകദേശം കുറേ പാത്രങ്ങൾ, ചായ കുടിച്ചിട്ടുള്ള പാത്രം, വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ള പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി, പാലക്കാട്. പിന്നെ നമ്മുടെ വ്ളോഗൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ.